ആദ്യമായി ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് നവ്യ ജെന്നി, ഇതെൻ്റെ ഹസ്ബൻഡ് ജെന്നി ജോർജ്. ഞങ്ങൾ മുംബൈയിൽ നിന്നാണ് വരുന്നത്. മുംബൈയിലെ മദർ ഓഫ് വിക്ടറി ഷ്രൈൻ ടിക്കുജിനിവാടി പാരിഷിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ലാസ്റ്റ് ഇയറിൽ മെയ്യിലാണ്. ഇന്ന് ആദ്യത്തെ സാക്ഷ്യമായി പറയാനുള്ളത് ഞങ്ങളുടെ ഒരു ഫ്ലാറ്റിനെ പറ്റിയാണ്, ഒരു പുതിയ ഫ്ലാറ്റിനെ പറ്റി. അപ്പം കഴിഞ്ഞ കൊല്ലം 24 മെയ്യിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ചെന്നപ്പം നമ്മളൊരു ഇച്ചിരി വലിയ ഫ്ലാറ്റ് ആഗ്രഹിച്ചായിരുന്നു മുംബൈയിൽ. അപ്പം ഞങ്ങളത് അന്വേഷിച്ച് നടന്നു. ജൂണിൽ ഒരു 3 ബെഡ്റൂം 3 BHK ഫ്ലാറ്റ് നമുക്കായി റെഡിയായി കിട്ടി. നമ്മളൊരു ബുക്കിംഗ് എമൗണ്ട് ഒക്കെ കൊടുത്തു. സ്പേസും പാർക്കിംഗ് സ്പേസും എല്ലാം കൺസിഡർ ചെയ്തിട്ട് ഒരു നല്ലൊരു ഫ്ലാറ്റാണെന്ന് തോന്നി, അതുകൊണ്ട് ബുക്ക് ചെയ്തു. പക്ഷേ എന്തോ ആ ഫ്ലാറ്റിൽ കടന്നു ചെന്നപ്പോൾ എനിക്കൊരു സ്ലൈറ്റ് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തു. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഉടമ്പടി ഉപ്പ് എടുത്തിട്ട് ആ വീട്ടിലെ കിച്ചൺ, മെയിൻ പാർട്ടായ കിച്ചണിൽ ഇച്ചിരി ഉപ്പ് വിതറി പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് ഞങ്ങൾക്കുള്ള വീടാണെങ്കിൽ മാതാവ് എന്നെ കാനായിലെ കല്യാണത്തിൽ മാതാവ് അവരുടെ നീഡ് അറിഞ്ഞ് പ്രവർത്തിച്ച പോലെ ഈ വീട് ഞങ്ങൾക്കുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് തരണേ, അല്ലെങ്കിൽ ഇതിനെ മാറ്റി തരണേ എന്ന്. പക്ഷേ അത് പ്രൊസീഡ് ചെയ്തു. ഓൾമോസ്റ്റ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് അടയ്ക്കണം. അത് കഴിഞ്ഞിട്ടാണ് എഗ്രിമെൻറ്റിന് പോകുന്നത്. അപ്പോൾ ഒരു 14 lakhs നമ്മൾ അടച്ചു. അത് കഴിഞ്ഞിട്ട് അഗ്രിമെൻറ്റിന് പോയി. പക്ഷേ എഗ്രിമെൻറ്റിന് പോയ അന്ന് ആ ഫ്ലാറ്റിൻ്റെ ഓൾഡ് ഓണർ അയാൾ എന്തോ ലീഗൽ എക്സ്ക്യൂസസ് ഒക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. നമുക്ക് അഗ്രിമെൻറ്റ് നടത്താൻ പറ്റിയില്ല. നമ്മുടെ 14 ലക്ഷം ഓൾമോസ്റ്റ് സ്റ്റക്കായിപ്പോയി. അപ്പം നമ്മൾ ഗവൺമെൻറ് പ്രൊസീജിയറൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു 1-2 കൊല്ലമൊക്കെ പിടിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പം ഇത്രയും പൈസ സ്റ്റക്കായി, കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇത്രയും പൈസ സ്റ്റക്കായി കണക്ക് ഞങ്ങൾക്കൊരു വേറെ ഫ്ലാറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും പൈസ പിന്നെ ഞങ്ങൾ എവിടെ നിന്ന് അറേഞ്ച് ചെയ്യുന്നത്? അപ്പം ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. എന്നും ഉടമ്പടി തൈലം ഇട്ട് ഉടമ്പടി റിട്രീറ്റും പ്രേയേഴ്സും എല്ലാം ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുങ്ങളെല്ലാവരും ചെയ്യുമായിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു ഏജൻറ്റിനെ കിട്ടി ഞങ്ങൾക്ക്. അയാൾ ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു 3 മാസത്തിനുള്ളിൽ ഈശോയുടെയും അമ്മ മാതാവിൻ്റെയൊക്കെ കൃപ കൊണ്ട് നമുക്ക് 3 മാസം കൊണ്ട് ആ പൈസ റിക്കവർ ചെയ്യാൻ പറ്റി. അതുമാത്രമല്ല, ഞാൻ ഉടമ്പടി എടുത്ത മെയിലാണ് ഞങ്ങൾക്ക് വേറെ ഒരു വീട് നൽകി ഈശോയും മാതാവ് അനുഗ്രഹിച്ചു. ഓഗസ്റ്റിൽ ആ പുതിയ വീടിൻ്റെ സെയിം ബിൽഡിങ്ങിൽ തന്നെ വേറെ ഒരു ഫ്ലോറിൽ നമ്മൾ വീടെടുത്ത് നമ്മളെ അനുഗ്രഹിച്ചു. ഇപ്പം നമ്മൾ ആ വീട്ടിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു രണ്ടാമത്തെ സാക്ഷ്യം ഏതാണെന്ന് വെച്ചാൽ, ഞങ്ങൾ രണ്ടുപേരും കുറേ നാളായി, ഒരു 6-7 വർഷമായി അബ്രോഡിൽ ഒരു ജോലി ട്രൈ ചെയ്യുന്നത്, അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ജോലി കിട്ടാനായിട്ട്. അപ്പോൾ ഇതൊരു നിയോഗമായിട്ട് ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായി ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അബ്രോഡ് സെയിം ബാങ്കിൽ തന്നെ ഒരു ട്രാൻസ്ഫർ വഴി അബ്രോഡിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൾ ജൂലൈയിൽ പോവും. അത് നടന്ന ഇതെന്ന് വെച്ചാൽ, നമുക്ക് ഈ പുതിയ വീടിൻ്റെ അഡ്രസ്സ് വെച്ച് പാസ്പോർട്ട് നമ്മൾ പുതുക്കി. ഇപ്പോൾ റീസെൻ്റ്ലി April-May പുതുക്കിയത്. ആ പാസ്പോർട്ട് പുതുക്കിയ കറക്റ്റ് 3-ാം ദിവസം ആൾക്ക് ഓഫറും വന്നു. അപ്പോൾ മാതാവും ഈശോയും കൊണ്ടുവന്ന ആ വീടിൻ്റെ പേരിട്ട് പാസ്പോർട്ട് വന്നപ്പം അതിനകത്ത് വിസ സ്റ്റാമ്പ് ചെയ്യാനായിട്ട് കറക്റ്റ് 3-ാം ദിവസം ഓഫറും കിട്ടി. വേറെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ ഈ ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ മാത്രമല്ല, ഞങ്ങൾ 2 കുഞ്ഞുങ്ങളുണ്ട്, 2 ഗേൾസാണ്. അപ്പം അവരുടെയും കുറേ ദൈവത്തിലുള്ള വിശ്വാസം കൂടിയിട്ടുണ്ട്. ചെറിയ മോൾ 7 വയസ്സാണ്. അപ്പം ഞാൻ എപ്പോഴും രാവിലെ പ്രാർത്ഥിച്ച് തൈലം പുരട്ടിയിട്ടാണ് അവരെ സ്കൂളിൽ പറഞ്ഞയക്കുന്നത്. അപ്പം കഴിഞ്ഞ കൊല്ലം ഞാൻ ഓഫീസിൽ പോയപ്പം എൻ്റെ ഈ ലെഫ്റ്റ് കയ്യിൽ ഇങ്ങനെ ഒരു ഉടമ്പടി പത്രം ഉണ്ടായിരുന്നു. റൈറ്റ് കൈ ഞാൻ ഓഫീസിൻ്റെ ഒരു ഡോറ് തുറക്കാൻ നോക്കിയപ്പം എൻ്റെ കൈ വരില്ല, ചെറിയ സ്മോൾ ഫിംഗർ അത് അതിനകത്ത് സ്റ്റക്കായി പോയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ചെറിയൊരു കട്ട് പോലെ വന്നു. പിന്നെ കുറേ ഐസൊക്കെ വെച്ച് ഓക്കെ ആയി. പക്ഷെ ഞാൻ ഓർത്ത് നെക്സ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ പോകണമായിരിക്കും എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവുന്നത്. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്ന് ഉടനെ ചെറിയ മോള് വന്നിട്ട് അവൾ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ കൈയെ ഒരു കുരിശ് വരച്ചു. എന്നിട്ട് പറഞ്ഞു, അമ്മ ഡോണ്ട് വറി, അമ്മ ഓക്കെ ആവും, ഈ തൈലം നമ്മളെന്നും പറ്റുന്നതല്ലേ. ആ ഒരു വിശ്വാസം അവൾക്ക് കിട്ടി. അത് പുരട്ടി. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ എണീറ്റപ്പോൾ എനിക്ക് ഒരു പെയിനും ഇല്ല. പിന്നെ ഒരു 3-4 ദിവസത്തിനകം അത് കരിഞ്ഞു പോയി. പക്ഷേ നമ്മുടെ വിശ്വാസം മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ വിശ്വാസം ഒത്തിരി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്നും ഡെയിലി ബ്രെഡും കൂടാറുണ്ട്. അച്ഛൻ്റെ രാവിലെ ഡെയിലി ബ്രെഡ് കൂടി ഉടമ്പടി തൈലമൊക്കെ പുരട്ടിയിട്ട് ആ വീട്ടിൽ നിന്ന് ഒന്നില്ലെങ്കിൽ സ്കൂളിലേക്കോ ഓഫീസിലേക്കോ ഒക്കെ എന്നും പോകുന്നത്. നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചാരിറ്റി, ഒരു വീക്കെൻഡിൽ സാറ്റർഡേ ഒക്കെ ആർക്കെങ്കിലും പാവപ്പെട്ടവർക്കൊരു ഡിന്നറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഈശോയോട് ഞങ്ങൾ പറഞ്ഞു, ഈശോയെ ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വീട് ഈശോ കൊണ്ട് തന്ന് ഇതിന് ഒരു താങ്ക്സ് ഗിവിങ് പോലെ ഞങ്ങൾ ഒരു ചെറിയ വീട് പണിയാനായിട്ട് ഒരു പാവപ്പെട്ട ഫാമിലിക്ക്, മഹാരാഷ്ട്രയിലെ ഒരു ചെറിയ പാവപ്പെട്ട ഫാമിലിക്ക് ഒരു ചെറിയ വീട് പണിയാനായിട്ട് അവരെ സ്പോൺസർ ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിലൊക്കെ ആർക്കെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. റിട്രീറ്റൊക്കെ കൂടാറുണ്ട്.
ഏറ്റവും കൂടുതൽ പറയാനുള്ള ദൈവാനുഭവം എന്ന് വെച്ചാൽ എപ്പോഴും ഈശോയും മാതാവും കൂടെയുണ്ട്. എത്ര പ്രതിസന്ധി വന്നാലും നമ്മൾ തന്നെയല്ല എന്നൊരു വിശ്വാസം അപ്പം ഉണ്ട്, ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട്. അപ്പം അതാണ് ഞങ്ങൾക്ക് ഈ ഉടമ്പടിയിലൂടെ കിട്ടിയ. ഒന്നും കൂടി ഈശോയ്ക്കും മാതാവിനും ഒരു 1000 നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 23-ാം തിരുവചനം പറയുന്നു, വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. നവ്യയുടെ ഈ മനോഹരമായ സാക്ഷ്യത്തിൽ നാം കേൾക്കുകയായിരുന്നു, അവരുടെ കുടുംബത്തിൽ നല്ല വിത്താണ് വീണിരിക്കുന്നത്. വിതക്കാരൻ വിതച്ചതെല്ലാം നല്ല വിത്തായിരുന്നു, പക്ഷേ അതിൻ്റെ വളരാനുള്ള സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. നവ്യയുടെ വീട്ടിൽ വീണ വചനവിത്ത് അവർ വളരെ നന്നായി ഫലഭൂയിഷ്ടമായി വളർത്തുകയും അവരുടെ മക്കൾ പോലും വളരെ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന 100 മേനി വിളയിക്കുന്ന ഒരു വിളവെടുപ്പ് കാലത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. ഉടമ്പടിയിലൂടെ അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ അവർക്ക് നൽകിയ മധ്യസ്ഥം അപേക്ഷിച്ചു ഈശോയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നവിയും കുടുംബവും വളരെ ആത്മാർത്ഥമായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. അവരുടെ ഒരു ഫ്ലാറ്റിൻ്റെ ലീഗൽ പ്രൊസീജിയർ എല്ലാം ക്ലിയറാക്കി കൊടുക്കണമേ. മറ്റുള്ളവർ അവരെ ചീറ്റ് ചെയ്താലും അവരുമായി ഉണ്ടായ അവരുടെ ഓണർ അവരെ ചീറ്റ് ചെയ്തെങ്കിലും ദൈവം ഞങ്ങളെ കൈവിടില്ല എന്ന വലിയ ഒരു ഉറപ്പിലേക്ക് അവർ വളർന്നു കഴിഞ്ഞിരുന്നു. ഞങ്ങളുടെ പൈസയ്ക്കൊന്നും നഷ്ടം സംഭവിക്കില്ല, ഞങ്ങൾക്ക് എന്തു തന്നെ നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് ദൈവം നഷ്ടപ്പെടില്ല, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു തരും എന്ന് ജോബിനെ പോലെ വിശ്വസിക്കാനുള്ള ഒരു വലിയ കൃപ അവർക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി അവർ ഒരുങ്ങി പ്രാർത്ഥിച്ച് അവരുടെ വിശുദ്ധ വസ്തുക്കളുടെ ഉടമ്പടി വസ്തുക്കളുടെ എല്ലാം പ്രയോഗം അവർ ആക്ടിവേറ്റ് ചെയ്ത് പരിശുദ്ധ അമ്മയുടെ കാശുരൂപം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവർ എപ്പോഴും കൂടെ കൊണ്ടു നടന്ന് അമ്മ മുമ്പേ സഞ്ചരിച്ച് അവരുടെ എല്ലാ ലീഗൽ പ്രൊസീജിയറും അവസാനിച്ച് അവർക്ക് നല്ല ഫ്ലാറ്റ് പണിയാനായി സാധിച്ചു. അതിന് പകരമായി ഈശോയ്ക്ക് അവരൊരു വീട് കൊടുത്തു എന്നാണ് പറയുന്നത്. അത് അനോണിമസായി അവർ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സഹോദരി പറയുകയായിരുന്നു, ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുതല്ലോ, അതുകൊണ്ട് ഞങ്ങളത് വളരെ സൈലൻ്റായി ചെയ്യുന്നൊരു പണിയാണ്. പക്ഷേ നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് ഇവർ പറയണമെന്നുള്ളത് കൊണ്ടാണ് ഈ സഹോദരി ഇതിവിടെ പറഞ്ഞത്. എന്തായാലും അവർ ഈശോയ്ക്ക് നൽകും. എനിക്ക് എന്തുമാത്രം ഈശോ തന്നു, അതിനൊപ്പമായി ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയുടെ തിരുക്കുമാരന് നൽകാൻ ഞങ്ങളുടെ കുടുംബം ബാധ്യതപ്പെട്ടിരിക്കുന്നു. ഞങ്ങളത് നൽകിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഇനിയും കൊടുത്തു കഴിഞ്ഞിട്ടില്ല, എനിക്ക് കിട്ടിയതിന് തുല്യമായി ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടില്ല എന്നാണ് സാക്ഷി സ്ഥിരീകരണ സമയത്ത് സഹോദരി പറഞ്ഞത്. എനിക്ക് വളരെ ആത്മാർത്ഥമായ ഒരു സാക്ഷ്യ സ്ഥിരീകരണമായി തോന്നി. തൻ്റെ കുഞ്ഞുമകൾ പറഞ്ഞ ഒരു സാക്ഷ്യമായിരുന്നു എനിക്ക് വളരെ സന്തോഷം തോന്നിയത്. അമ്മയുടെ കയ്യിലുണ്ടായ ഒരു വാതിലിനിടയിൽപ്പെട്ട ഒരു കുഞ്ഞു മുറിവിനെ മകളാണ്, 7 വയസ്സായ കുഞ്ഞുമകളാണ്, അമ്മേ വിഷമിക്കണ്ട, പേടിക്കണ്ട, നമുക്ക് തൈലമുണ്ടല്ലോ, പരിശുദ്ധ അമ്മയുടെ തൈലമുണ്ടല്ലോ, അത് അമ്മയ്ക്ക് വേഗം സൗഖ്യം തരുമെന്ന് അവൾ തന്നെ പറഞ്ഞ് അത് തൈലം പൂശി അമ്മയ്ക്ക് ആ അസുഖം മാറിയത്, ആ സൗഖ്യം കിട്ടിയത് മകൾ നോക്കി കാണുകയായിരുന്നു. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് വളരെ നല്ല ചെറുപ്പത്തിൽ അവൾക്ക് അസുഖമായി, പനിയായി, ദീനം വന്ന് കിടക്കുന്ന സമയത്ത് അവൾ പരിശുദ്ധ അമ്മയെ നോക്കി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ആ തിരുസ്വരൂപത്തിലേക്ക് നോക്കി വിജയമാതാവിനോട് അവൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം പരിശുദ്ധ മാതാവ് അവളെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി അവളുടെ ആത്മാവിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി അവൾ ഉടനെ സൗഖ്യപ്പെട്ടുവെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ ആത്മകഥയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ സഹോദരി സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ആത്മാവിൻ്റെ മുറിവുകളെല്ലാം, കൊച്ചു കൊച്ചു സങ്കടങ്ങളെല്ലാം പരിശുദ്ധ അമ്മ ഈശോയുടെ ആ വലിയ ആശ്വാസ തൈലത്തിലൂടെ ഇവരെ സൗഖ്യപ്പെടുത്തുന്നു എന്ന വലിയൊരു തിരിച്ചറിവ് അവർക്കുണ്ടായതാണ് ഏറ്റവും വലിയ ഒരു ജീവിതാനുഭവം, ജീവിത സുവിശേഷ സാക്ഷ്യം. അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് കൈമാറുവാനും ഈശോ ഞങ്ങൾക്ക് എന്തെല്ലാം പരിശുദ്ധമ്മ വഴി ഞങ്ങൾക്ക് എന്തെല്ലാം ലഭിച്ചുവെന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വലിയ സുവിശേഷ വേല ഇവരെപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഇവരുടെ കുടുംബം വീണ്ടും ഹസ്ബൻഡും മക്കളും എപ്പോഴും ഉടമ്പടിയിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവർക്ക് എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കണം, എപ്പോഴും ഒരു വിശുദ്ധിയുള്ള ജീവിതം ഇവർക്കുണ്ടാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. സമ്പത്തും സൗകര്യങ്ങളും സൗന്ദര്യവും സൗഭാഗ്യങ്ങളും
എല്ലാം അതിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നതാണ്. ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ഈശോ നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള വലിയ തിരുവചനത്തിൻ്റെ സാക്ഷികളാണിവർ. ഇവരുടെ ഇത്ര നല്ല സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിനും ഈശോയുടെ സൗഖ്യത്തിനുമെല്ലാം ഈശോയുടെ സാമീപ്യത്തിനുമെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഈ സാക്ഷ്യം സമർപ്പിച്ച് നമുക്ക് നല്ലൊരു കയ്യടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.